സകല മനുഷ്യരുടെയും മേൽ ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധി എന്ന് പറയുന്നത്, വിധി എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമായ മരണവും നരകവുമാണ്. എന്നാൽ ദൈവം പാപം ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുവാനിടയായി. കാറ്റൻ എന്ന് പറയുന്ന വക്കീൽ ചാൾസ് ഡാർണിക്ക് വേണ്ടി മരിച്ചതുപോലെ പാപികളായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ വസ്ത്രങ്ങൾ മാറ്റി നീതിയുടെ വസ്ത്രം എനിക്ക് നിങ്ങൾക്ക് നൽകേണ്ടതിന് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷകൾ യേശു കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു എന്ന് രാത്രിയിൽ ആവർത്തിച്ചു പറയട്ടെ. എവിടെ സുവിശേഷ പ്രസംഗമുണ്ടെങ്കിലും അവിടെയെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി, അർത്ഥാൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷകൾ ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും സമാധാനത്തിനായുള്ള ശിക്ഷ, പാപത്തിന്റെ ശമ്പളമായ നരകം അവിടുന്ന് ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഈ ശിക്ഷയിൽ നിന്ന് യേശു കർത്താവ് നിന്റെ വ്യക്തിപരമായ പേർക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഇന്ന് രാത്രിയിൽ ഹൃദയംഗമമായി ഒന്ന് അംഗീകരിച്ചാൽ നിനക്ക് സംഭവിക്കുവാൻ പോകുന്നത് വരുവാനുള്ള വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവമകനായി ദൈവമകളായി തീരുവാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരെയാണ്, എന്റെ പേർക്കാണ് യേശു കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്, എന്റെ ശിക്ഷകളാണ് അവിടുന്ന് ഏറ്റെടുത്തത് എന്ന് വിശ്വാസമർപ്പിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുന്ന വാക്കാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന്. ഇന്ന് രാത്രിയിൽ ആ നിലയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, കാരണം നമ്മളുടെ ശിക്ഷകൾ അവിടുന്ന് ഏറ്റെടുത്തത് കൊണ്ട് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുതലുള്ളവരായി തീർന്നു. അത് ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ, പാപവുമായി നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ ആശയം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു, അർത്ഥാൽ ദൈവം നമ്മളെ രക്ഷിച്ചു. രണ്ടാമത്തെ ആശയം എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ഇവിടെ എബ്രായ ലേഖന കർത്താവ് 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കും. ഇതിന്റെ മുമ്പിലെ അധ്യായത്തിലെ വാക്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ദൈവജനം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചിട്ട് വീണ്ടും പഴയ ജീവിത ശൈലിയിലേക്കും പാപത്തിന്റെ വഴിയിലേക്കും പിന്മാറ്റത്തിലേക്കും മടങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇതിന്റെ പിന്നിലുള്ള വാക്യങ്ങളിൽ ഓട്ടം സ്ഥിരതയോടെ ഓടുക മതി. 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. അപ്പോൾ പാപം മുറുകെ പറ്റുന്ന പാപങ്ങളെ ഒരു വിശ്വാസി വിട്ടുപോകണം. അതെന്താ അതിന്റെ അർത്ഥം? വിശ്വാസി പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ലേ, പിന്നെ എന്നത്തിനാ പാപം വിട്ടോടേണ്ടതിന്റെ ആവശ്യകത? ഇത് വേദപുസ്തകം ആത്മരക്ഷയെ കുറിച്ച്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള അല്ലെങ്കിൽ പാപവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് നമ്മളെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. രണ്ടാമത്തെ ആശയം, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിശ്വാസികൾ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശയം വ്യക്തമാക്കുക. ഒന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. യേശു കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മളിൽ നിന്ന് മാറിപ്പോയി. പാപത്തിന്റെ ശമ്പളമായ നരകം നമ്മളിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരിൽ നിന്നും പാപത്തിന്റെ പൂർണ്ണ സ്വഭാവം മാറിപ്പോയിട്ടില്ല. ഇന്നും നമ്മളിൽ പാപത്തിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ ആവശ്യമുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ
പാപത്തിന്റെ ഈ സാന്നിധ്യത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് വായിക്കുന്നത്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. പലരും ആ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരിയത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. അത് മറ്റൊരു പുതിയ പരിഭാഷയാണ്. പഴയ പരിഭാഷ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ വീണ്ടും പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടണമോ? ദൈവജനം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവജനത്തോടായിട്ടാണ് ഇത് പറയുന്നത്. വീണ്ടും നമ്മൾ പ്രവർത്തിച്ച് രക്ഷ നേടേണ്ടതാണോ? നമ്മുടെ രക്ഷ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇവിടെ പറയുന്ന വിഷയം പ്രവർത്തിച്ച് രക്ഷ നേടുവാനായിട്ടുള്ളതല്ല. ഇതിന്റെ മുമ്പിൽ 12-ാമത്തെ വാക്യത്തിൽ അനുസരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ജാതികളുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് അറിയാമോ? വളരെ ലളിതമാണ്. അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന ഉടനെ നമ്മളെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റുന്നില്ല, ഇവിടെ തന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്നു. പഴയ പാപ സ്വഭാവം നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നില്ല. പാപ സ്വഭാവം നമ്മളിലുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ പുതിയ സ്വഭാവം വന്നു എന്നുള്ളത് വസ്തുതയാണ് എന്ന് വരികിലും നമ്മളിൽ നിന്ന് പാപത്തിന്റെ പൂർണ്ണമായ ശക്തി, പാപത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി പാപത്തോട് പോരാടി വേണം വിജയിക്കുവാൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആശയം വളരെ ലളിതമാണ്. അനുദിന ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ആവശ്യമുണ്ട്. അർത്ഥാൽ പാപത്തോട് പോരാടി ജയിക്കുവാൻ ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എത്തിയിട്ടില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അനുദിനം നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പാപത്തിന്റെ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിതത്തിൽ അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം വിശ്വാസികൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തോട് പറയട്ടെ, യാന്ത്രികമായി ആർക്കും പാപത്തിന്റെ ഈ സ്വാധീന ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ബോധപൂർവമായി ആത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനം അനുസരിക്കുമ്പോൾ ജ്യോതിഷുകളെ പോലെ ജാതികളുടെ ഇടയിൽ നമുക്ക് നമ്മുടെ രക്ഷയെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. അതാണ് നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ, പാപത്തിൽ നിന്നുള്ള രക്ഷയോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ ആശയം. ഒന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എബ്രായ ലേഖനം 12-ാം അധ്യായം ഒത്തിരി വിശദീകരിക്കണം, ഞാൻ പറഞ്ഞു പോവുകയാണ്. 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 10-ാമത്തെ വാക്യം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധിയെ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഇവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വരുന്നത് പാപത്തെ വിട്ടോടുവിൻ എന്ന് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നിട്ടില്ല എന്ന് പറയുകയാണ്. 5 തൊട്ടുള്ള വാക്യങ്ങളിൽ പാപത്തോട് എതിർത്ത് നിൽക്കാതിരുന്നാൽ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ പാപത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ